ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോളിറ്റി ആൻഡ് സൊസൈറ്റി എന്നുള്ള പാർട്ടാണ്. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് പൊളിറ്റിക്കൽ സിസ്റ്റം, സ്റ്റേറ്റ്, നാഷൻ, സൊസൈറ്റി, ആന്ത്രോപോളജിക്കൽ എക്സ്പ്ലോറേഷൻ, സിറ്റിസൺഷിപ്പ്, അല്ലേ? നമുക്കറിയാം. പിന്നെ പോളിസി, അതായത് പോളിറ്റി ആൻഡ് സൊസൈറ്റി. പോളിറ്റി മീൻസ് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ് പോളിറ്റി. പൊളിറ്റിക്സ് എന്ന വേർഡിൽ നിന്നാണ് പോളിറ്റി എന്ന വാക്കുണ്ടായത്. കാരണം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാഷ്ട്രീയം, അല്ലേ? ഒരു സൊസൈറ്റിയിൽ രാഷ്ട്രീയത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നതാണ്. കാരണം ഒരു ഭരണവർഗം ഇല്ലെങ്കിൽ എന്താണ് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും പിന്നെ ആ ഒരു നടപടിക്രമങ്ങളും ഒരു സൊസൈറ്റിയിൽ ഒരു ഭരണവർഗത്തിൻ്റെ അപര്യാപ്തത എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംഭവമാണ്. കാരണം അതില്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ഇറിറ്റേഷൻ ലെവലും, കാരണം ആര് എന്ത് എങ്ങനെ ഏതാന്നുള്ള മൊത്തത്തിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മോഡൽ വരും. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻസ് ആയ ഒരു ഘടകമാണ്. അതിനെ പറ്റി ഒരു സൊസൈറ്റി, അതായത് പോളിറ്റി ആൻഡ് സൊസൈറ്റി എന്നാണ് നമ്മുടെ പാർട്ടിൻ്റെ പേര്. പാർട്ട് ഈസ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുള്ളത് പഠിക്കാനുണ്ട്. സ്റ്റേറ്റ് എന്താണ്, നാഷൻ എന്താണ്, സൊസൈറ്റി എന്താണ്, പൊളിറ്റിക്സ് മൊത്തത്തിൽ പൊളിറ്റിക്സ് എന്താണ്, ആന്ത്രോപോളജിക്കൽ എക്സ്പ്ലോറേഷൻ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, ദെൻ സിറ്റിസൺഷിപ്പ്, അല്ലേ? അതായത് സിറ്റിസൺ നമുക്കറിയാമല്ലോ, ഓരോ പൗരത്വം എന്നൊക്കെ പറയും. ഇതൊക്കെ പൊളിറ്റിക്സ് ആയിട്ട് എന്താണ് ബന്ധം? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിറ്റി ആൻഡ് സൊസൈറ്റി, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് പഠിക്കാം വാട്ട് ഈസ് പൊളിറ്റിക്കൽ സിസ്റ്റം, what is sociological exploration, anthropological exploration and globalization. നമുക്കറിയാം ഗ്ലോബലൈസേഷൻ എന്താണ്, ദെൻ സിറ്റിസൺഷിപ്പ് എന്താണ്, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്താണ്, ഒക്കെ ഇതിൽ നമുക്ക് ഇതിന് ഒബ്ജക്റ്റീവ്സ്, അണ്ടർസ്റ്റാൻഡിങ് ദ പൊളിറ്റിക്കൽ ഡൊമൈൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പോളിസീസ് ആൻഡ് പൊളിറ്റി, ഡിഫൈൻ ദ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ്, നാഷൻ ആൻഡ് സൊസൈറ്റി, ഡിസ്കസ് ദ നാഷൻ ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, ദെൻ ഡിസ്ക്രൈബ് ദ ലിങ്കേജസ് ബിറ്റ്വീൻ ഗ്ലോബലൈസേഷൻ, പോളിറ്റി ആൻഡ് സൊസൈറ്റി. ഇത്രയും കാര്യങ്ങൾ. അതിൽ ഇൻട്രൊഡക്ഷൻ എന്താണ്? In this unit, you will look at the relationship between polity and society. In this unit, we shall discuss the sociological and anthropological experience of polity and society. Let's explore the basic reasons behind the collective waves of living of human in the society. ഓക്കെ, അപ്പോൾ നമ്മൾ ഹ്യൂമൻസ് മീൻസ് മനുഷ്യർ ജീവിക്കുന്നത് എവിടെയാണ്? സൊസൈറ്റിയിലാണ്, സമൂഹത്തിലാണ്. സമൂഹത്തിൽ പൊളിറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സൊസൈറ്റി ബേസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് അനലൈസ് ചെയ്യാം. കാരണം ഒരു പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് നിർബന്ധമാണ്. കാരണം അതായത് അവിടെ നടക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റെ അതിൻ്റെയൊക്കെ നടത്തിപ്പും എല്ലാത്തിനുപരി ജനങ്ങൾ തമ്മിലുള്ള ആ ഒരു എങ്ങനെയാണ്, എന്താണ് ജനങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു റൂട്ട്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ജനങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ പറഞ്ഞ എന്താണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് രാഷ്ട്രീയം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഭരണവർഗം, അതായത് ഭരിക്കുന്ന രാഷ്ട്രീയത്തിൽ, അതായത് ഭരിക്കപ്പെടുന്ന ജനങ്ങളും ഭരണവർഗവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒഫീഷ്യൽ ഒരു ഉടമ്പടി ഉണ്ട്. അതിന് പ്രകാരമാണ് നമ്മളൊരു സൊസൈറ്റിയിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു രാജ്യമാണെങ്കിലും ഒരു സ്റ്റേറ്റ് ആണെങ്കിലും ഒരു ചെറിയൊരു സൊസൈറ്റി ആണെങ്കിലും അവിടെ എന്തുണ്ടാവും? ഒരു ഭരണം ഉണ്ടാവും. കാരണം ആ ഭരണത്തിൻ്റെ കറക്റ്റ് നിഘണ്ടു അല്ലെങ്കിൽ കറക്റ്റ് പ്രൊസീജിയറിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അല്ലെങ്കിൽ എന്തായിപ്പോവും, മൊത്തത്തിൽ എന്തായിപ്പോവും, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ജനങ്ങൾ ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും എന്തുണ്ടാവത്തില്ല, ഒരു ബേസിക് കിട്ടാത്തൊരവസ്ഥയായിരിക്കും പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ. ഓക്കെ, വാട്ട് ഈസ് പൊളിറ്റിക്കൽ സിസ്റ്റം? എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റം? Let's try to explore the reason behind the collective ways of living of human society since known history of evolution of Homo sapiens and why do they live in each other in a small large group. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് പൊളിറ്റിക്സിനെ പറ്റി നമ്മൾ ഫസ്റ്റ് അനലൈസ് സ്റ്റാർട്ടിങ് തന്നെ ഫസ്റ്റ് നിങ്ങളുടെ സിലബസിൽ പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ജീവി വർഗം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പൂർവിക കാലഘട്ടം നമ്മൾ മനുഷ്യൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ഒരു വംശത്തിൽ നിന്നാണ് നമ്മൾ മനുഷ്യരുണ്ടായതെന്നാണ് നമ്മളൊരു കണ്ടെത്തൽ, ശാസ്ത്രീയപരമായിട്ടുള്ള കണ്ടെത്തൽ. അതിൽ നിന്ന് ആ സമയത്ത് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന പഴയ നമ്മുടെ ഒരു
സൊസൈറ്റി, ഒരു മനുഷ്യവർഗം, ആ ഒരു വർഗത്തിൽ ആ വർഗത്തിൽ ഇവരും ജീവിച്ചിരുന്നത് സൊസൈറ്റിയിൽ ചെറിയൊരു ഗ്രൂപ്പുകളായിട്ടാണ് ജീവിച്ചിരുന്നത്. ആൻഡ് ദേ ഡു ലീവ് വിത്ത് ഈച്ച് അതർ ടു സ്മോൾ ആൻഡ് ലാർജ് ഗ്രൂപ്പ്. ടു ദി ആൻസർ ഓഫ് ദി വി വിൽ ഫൈൻഡ് എ ഫ്യൂ തിയറീസ് ഓഫ് എക്സ്പ്ലെയിൻ ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. ഇൻ ഇനീഷ്യൽ പീരീഡ് ഓഫ് റീസൺ, ഫിസിക്കൽ സിമിലാരിറ്റീസ് ആൻഡ് ഫിയർ ഫ്രം വൈൽഡ് ആനിമൽസ് ടു ഫോർ സ്മോൾ ഗ്രൂപ്പ് സ്റ്റേജ് ആൻഡ് കോൾഡ് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് ഓഫ് ദ സൊസൈറ്റി. അതായത് ഇങ്ങനത്തെ പണ്ട് ഹോമോസാപ്പിയൻസ് പോലുള്ള നമ്മുടെ പഴയ പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തിലെ ഒരു സൊസൈറ്റി, ഒരു ജീവിതം ഉണ്ടാവില്ല, ഇവർക്ക് ഗ്രൂപ്പായിട്ടും സ്മോൾ ഗ്രൂപ്പുകളായിട്ടും ലാർജ് ഗ്രൂപ്പുകളായിട്ട് ഇവർ ജീവിക്കുകയാണെങ്കിലും ഇവർക്ക് എന്തായിരുന്നു അന്നത്തെ ഇവരുടെ മെയിൻ ഇൻകം ഹണ്ടിങ് ആയിരുന്നു. പിന്നെ ഇവർ ഹണ്ടിങ്ങും പിന്നെന്താ ഗ്യാതറിങ്, ഹണ്ടിങ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇവർ വേട്ടയാടി പിടിച്ച് ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലും എന്തുണ്ടായിരുന്നു, ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു സ്മോൾ ആണെങ്കിലും ബിഗ് ആണെങ്കിലും, ചെറിയ ഗ്രൂപ്പ് ആണെങ്കിലും വലിയൊരു ഗ്രൂപ്പ് ആണെങ്കിലും അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു, ഇവർ കാര്യങ്ങൾ പറയാൻ ഒരു എന്താ പറയുക, ഒരു ഹെഡ് പോലെ ഒരാളുണ്ടായിരുന്നു അല്ലേ. But as soon as the people come together, groups and question of creating an order to system, bricks and group. In other words, who will lead the group and we will the substantial, we call the society of force. According to theory, the weak of people were ruled in powerful. അല്ലേ, അപ്പോൾ ആർക്കാണോ പവർ, അങ്ങനെ ചെറിയ ഇപ്പോൾ ഹോമോസാപ്പിയൻസ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഈ ഒരു ഗ്രൂപ്പ് സ്മോൾ ആണെങ്കിൽ ലാർജ് ആണെങ്കിൽ ഇവർ ഹണ്ടിങ് ആയിരുന്നു ഇവരുടെ ഇൻകം, മെയിനായിട്ട് ഇൻകം. എന്നിരുന്നാൽ പോലും ഈ ഒരു ഗ്രൂപ്പിനൊരു പവർ ഉണ്ടായിരുന്നു അല്ലേ, ഒരു പവർ സിസ്റ്റം ഉണ്ടാവും. ഈ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യാനും നോക്കാനും പണ്ടേ ഒരു പവർ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് എന്തിൻ്റെ തുടക്കം, പൊളിറ്റിക്സിൻ്റെ തുടക്കം. ഈ ഒരു പവർ, അതായത് ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒരു ലീഡ് ചെയ്യാനും ഒരു പവർ സിസ്റ്റം ഉണ്ടാവും. ആ പവർ സിസ്റ്റത്തിനാണ് പിന്നെ നമ്മൾ പൊളിറ്റിക്സിൻ്റെ ആദ്യ ഘട്ടം, രാഷ്ട്രീയത്തിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു ശാക്തീകരണം, അല്ലെങ്കിൽ ഒരു ശക്തി, ഒരു പവർ ഉള്ള ഒരാൾ ഇവരൊക്കെ ലീഡ് ചെയ്യാനും നോക്കാനൊക്കെ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കാനും, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോരും, ഇന്ന റൗണ്ടിലായിരിക്കും നമ്മൾ പോകേണ്ടത്. അത് അവരുടെ എന്താ പറയുക, അവരുടെ തന്നെ ഭാഷാ ക്രമത്തിൽ അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു ശക്തി, ഒരു പവർ, ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. അപ്പോൾ നമ്മൾ പണ്ടേ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പൂർവികരുള്ള കാലം മുതൽ എന്ത് തുടങ്ങിയിട്ടുണ്ട്, പൊളിറ്റിക്സ് എന്നൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതെന്തെങ്കില്ല ഒഫീഷ്യലി പൊളിറ്റിക്സ് എന്ന സംരംഭങ്ങളൊന്നും അല്ല. പക്ഷെ അതെന്തൊരു പവർ എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു സ്മോൾ ആൻഡ് ലാർജ് ഗ്രൂപ്പിൽ ഒരു പവർ എന്ന ഗ്രന്ഥത്തിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദ വീക്ക് പീപ്പിൾ ആർ റൂൾഡ് ബൈ ദ പവർഫുൾ. എങ്ങനെ നോക്കിയാലും പൊളിറ്റിക്സ് എന്താണ്, വീക്ക് പീപ്പിൾ പവേർഡ് ബൈ പവർഫുൾ പീപ്പിൾ. അതായത് വീക്ക്, ശക്തി കുറഞ്ഞ, അല്ലെങ്കിൽ പാവപ്പെട്ട, അല്ലെങ്കിൽ എന്തില്ല കയ്യൂക്ക് എന്നൊക്കെ പറയില്ലേ, കയ്യൂക്കു ധൈര്യം അങ്ങനത്തെ ഇല്ലാത്ത പാവം പിടിച്ച ജനങ്ങളുണ്ടാവില്ല, അവരെ നോക്കുന്ന ആളാരായിരിക്കും, പവർഫുൾ. കുറച്ച് ആളുകൾ പാവങ്ങളാണ്, അവരെ ഭരിക്കാൻ കുറച്ച് വലിയ കയ്യൂക്കും ശക്തിയുള്ള ആൾക്കാരുണ്ടാവും, പവറുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ഈ പവറുള്ള ആളുകളിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ പോളിറ്റി, അതായത് വാട്ട് ഈസ് പൊളിറ്റിക്കൽ സിസ്റ്റം. ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം വന്നത് എപ്പോഴും മുതലാണ്, ആ ഒരു കാലഘട്ടം മുതലാണ്. വീക്ക് പീപ്പിളിനെ കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും, പവർഫുൾ പീപ്പിൾ ആയിരിക്കും. കാരണം പവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ഭരിക്കാൻ പറ്റും. We may infer that the important device of the regulators of life today is comprehensive and multidisciplinary of it. Further, the state and the agency consider system order to structure of power relation. അങ്ങനെയാണ് പിന്നീട് എന്തായി വന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, നാഷൻ എന്ന് പറയുന്നതും സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉയർന്നു. ഇവരൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, പൊളിറ്റിക്സ് എന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതായത് രാഷ്ട്രീയം വരുന്നത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകുമ്പോഴാണ്, സ്റ്റേറ്റ്. അവർ നേരത്തെ നമ്മുടെ ഹോമോസാപ്പിയൻസ് ജീവിച്ചൊരു ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി പറഞ്ഞു. അങ്ങനെ ഇവർ ഒരുമിച്ചുണ്ടാവുന്ന അത് കുറേ ആളുകൾ കൂടുമ്പോൾ എന്തായി മാറി, അതൊരു സ്റ്റേറ്റായി മാറി, പിന്നീട് അത് നാഷനായി മാറി. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണ്, സൊസൈറ്റി, സമൂഹമാണ്. അപ്പോൾ ഇവരൊക്കെ ഒന്നിച്ച് പറയുന്ന പേരാണ് കോൾഡ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഭരണക്രമം എന്നൊക്കെ. ഇവരൊക്കെ നയിക്കാനും ലീഡ് ചെയ്യാനും ഒരു പവർഫുൾ പീപ്പിൾ ഉണ്ടാവും അല്ലേ. പാവപ്പെട്ട ജനങ്ങൾ നോക്കുക, എങ്ങനെയായാലും ശക്തിയുള്ളവർ ശക്തി ഇല്ലാത്തവർ പാവങ്ങളായി അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ അവരെ ഭരിക്കാൻ എന്തുണ്ടാവും, ശക്തിയുള്ളവർ ഇങ്ങോട്ട് മുന്നിട്ടിറങ്ങും. അങ്ങനെയാണ് എന്തുണ്ടായത്, പൊളിറ്റിക്സ് എന്നുള്ള വർഗം അല്ലെങ്കിൽ ഭരണക്രമം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ പരിശോധിച്ചാലും നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മളല്ലേ ചാതുർ പറഞ്ഞ് നമ്മുടെ കേരള റിഫോർമേഷനിലെ പണ്ട് നമ്മുടെ കേരള ഹിസ്റ്ററി പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് മുമ്പ് പരിശോധിച്ചാൽ, നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചാതുർവർണ്ണ്യം എന്നൊരു വ്യവസ്ഥ, ഫോർ വർണ്ണാസ്, അവിടെ എന്തായിരുന്നു, പാവപ്പെട്ടവരെ എന്ത് ചെയ്യുന്നു, ഭരണക്രമം ചവിട്ടി
താഴ്ത്താണ് അല്ലേ. കാരണം ഈ പാവപ്പെട്ടവരെന്നും അവർക്ക് എന്തില്ല, ശബ്ദിക്കാൻ പേടിയായിരിക്കും, സംസാരിക്കാൻ പേടിയായിരിക്കും, ഇവരെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന പാവമായി നിൽക്കും. അപ്പൊ ആര് കയ്യൂക്ക് കാണിക്കും, ശക്തി കാണിക്കും? മുകളിലുള്ള കുറച്ച് പവർ അവരെ അടുത്ത് എന്തുണ്ട്, ശക്തിയുണ്ട്. അങ്ങനെ അവിടെ ഒരു പൊളിറ്റിക്സ് രൂപീകരിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആൾക്കാർ പാവപ്പെട്ടവരെ എന്ത് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. അപ്പൊ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, പൊളിറ്റിക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. പണ്ട് മിസ് പറഞ്ഞത് ഇന്ത്യൻ ഹിസ്റ്ററി കാലഘട്ടത്തിലാണ്. ഒഫീഷ്യലി നമ്മൾ പ്രൊസീജിയർ ഈ ഒരു സിലബസ് പ്രകാരം നമ്മൾ എന്താണ്, സ്റ്റേറ്റ്, നാഷണൽ, സൊസൈറ്റി ഒരുമിച്ച് വരുമ്പോഴാണ് പൊളിറ്റിക്സ് എന്ന വേർഡ് ഉണ്ടാകും. നെക്സ്റ്റ് ആന്ത്രോപോളജിക്കൽ എക്സ്പ്ലനേഷൻ സിറ്റിസൺഷിപ്പ്. അറിയാലോ സിറ്റിസൺഷിപ്പ് അല്ലെ, നമ്മുടെ പൗരത്വം എന്നൊക്കെ പറയും അല്ലേ. അതായത് ഒരു രാജ്യത്ത് ജീവിക്കണമെങ്കിൽ എന്ത് വേണം, സിറ്റിസൺഷിപ്പ് വേണം. പൗരത്വം, ഇന്ത്യൻ പൗരൻ, ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണം. പാകിസ്ഥാൻ ആണെങ്കിലും മറ്റുള്ള അതർ സ്റ്റേറ്റിലാണെങ്കിലും അതർ നാഷണലൊക്കെ എന്ത് നിർബന്ധമാണ്, സിറ്റിസൺഷിപ്പ് നിർബന്ധമാണ് അല്ലേ. എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റം നോക്കാം. വി ഫൈൻഡ് ദ എസ്റ്റാബ്ലിഷിംഗ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, പീപ്പിൾ ഇന്ററാക്ട് വിത്ത് അനദർ ആൻഡ് ഡൂയിങ് ദേ വെരി ഓഫൺ പെർസ്യൂ ദെയർ സെൽഫ് ഇൻട്രസ്റ്റ് sometimes run contrary to interest to other, also to interest of the society. To serve their own interest, people used to mean the power and control of interest of others. This situation invariably leads to conflict. For maintaining the ordinary arrangement of social relationship അല്ലേ, അതായത് കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മീൻസ് സൊസൈറ്റിയിലെ, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സാമൂഹ്യപരമായിട്ടുള്ള സാമൂഹ്യ ജീവികളായ മനുഷ്യർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുന്നു, പവർഫുൾ ഉള്ള ആൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു. ആ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. Okay, next is the notion of power, ability of something of anything to act upon the person thing. The definition of power is given to dictionary. Viewed, the power is a basic concept of social science. പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസിക് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സയൻസ്. നമ്മുടെ സമൂഹശാസ്ത്രം പഠിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് പവർ എന്ന് പറയുന്നത് ഒരു ബേസിക് നീഡാണ് അല്ലേ. കാരണം അധികാരമില്ലെങ്കിൽ എന്തില്ല, അവിടെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എന്തില്ല, ഒരു പവറില്ല, ഒരു ശക്തിയില്ല. അത് നോക്കാനും ചെയ്യാനും ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു ഭരണവർഗം ഇല്ലെങ്കിൽ എന്താണ്, മൊത്തത്തിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്നാണ് പറയുന്നത്. This means that one of the social power which can be used to make another person do what it wanted. This social power is essentially and aspects of interpersonal relation. അപ്പോൾ ഈ സോഷ്യൽ പവർ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ പവർ എന്ന് പറയുന്ന ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ എന്താണ് ഒരു മൊത്തത്തിൽ ഒരു അപര്യാപ്തത ഫീൽ ചെയ്യും. Okay, then delimiting the domain of politics. The political scientists argue that the view of politics reduces to the level of very commonplace and broad subject. They the domain the politics reserve the politics designate the domain with social power to use a public and sphere rather than in private sphere. അതായത് പബ്ലിക് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ ജനങ്ങളെ. പബ്ലിക്സിനെ കറക്റ്റ് ചെയ്യാനും ലീഡ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും എന്താവശ്യമാണ്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആവശ്യമാണ്, ഒരു ഭരണക്രമം. അത് ഡെമോക്രസി ആണെങ്കിലോ നമ്മളെ ഭരണക്രമം. ഇനി പൊളിറ്റിക്സ് എങ്ങനെയാണ്, നമ്മൾ എവിടുന്നാണ് വന്നത്, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പൂർവികര ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വന്നു. അവിടെ എന്താണ്, ഒരു സ്മോൾ ഗ്രൂപ്പ് ആണെങ്കിൽ ലാർജ് ഗ്രൂപ്പാണ് അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പോളിറ്റി വേണം. ആ സിറ്റുവേഷൻ എന്നാണ് പൊളിറ്റിക്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മളിങ്ങനെ വന്നിട്ട് അറ്റ് ലാസ്റ്റ് നമ്മളൊരു ഭരണക്രമത്തിലേക്ക് വരാം. അത് സൊസൈറ്റിയിൽ സോഷ്യൽ റിലേഷൻഷിപ്പും കോർഡിനേഷനും ഇവരുടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് വേണം, പവർ വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ മുന്നോട്ട് പിന്നെ നമ്മളിങ്ങനെ വരുമ്പോഴാണ് എവിടെ എത്തുന്നത്, ഡെമോക്രസി. ആ ഒരു പവറിൻ്റെ പേരാണ് ഡെമോക്രസി. ഒരു സോഷ്യൽ സയൻസ് വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി അവർ പഠിക്കുമ്പോൾ ബേസിക് അവർ പവറിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ. കാരണം പവറിന് മുകളിലാണ് എന്തുള്ളത്, പൊളിറ്റിക്സ് വരുന്നത്. ഈ ഒരു പൊളിറ്റിക്സ് നമ്മുടെ ഇൻ കേസ് ഓഫ് അവർ നാഷൻ, അതായത് നമ്മുടെ ഇന്ത്യ, അവർ നാഷൻ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഡെമോക്രസി. ദാറ്റ്സ് ദ പവർ. നമ്മുടെ പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെമോക്രസി. നമ്മുടെ രാജ്യത്ത് ഏത് ഭരണമാണ്, ഡെമോക്രസിയാണ്, ജനാധിപത്യം. ജനങ്ങളാണ് ഇവിടെ ഈ ഒരു ഭരിക്കാൻ
പൊളിറ്റിക്സ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ പൊളിറ്റിക്സ് സിസ്റ്റം എന്ന ഡെമോക്രസി. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി എന്നാണ് നമ്മൾ ചെറുപ്പത്തിലെ ചെറിയ കുഞ്ഞിലെ 1ാം ക്ലാസ് മുതൽ സോഷ്യൽ സയൻസ് ഇല്ല EVS എന്നൊക്കെ പറയില്ലേ. എന്തായാലും സൊസൈറ്റിയെ പറ്റി ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്താണ്? ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, നമ്മളുടെ ജനാധിപത്യ രാജ്യമാണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു പൊളിറ്റിക്സ്. നമ്മളെ പവർ എന്താണ്? ജനാധിപത്യം. ജനങ്ങൾക്കാണ് ഇവിടെ പവർ. POWER എന്നുള്ളൊരു വേർഡിന് വളരെയധികം ശക്തിയുള്ള, അതായത് ബേസിക് നീഡ്സ് ആണ് നമ്മുടെ ഈ ഒരു പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പൊളിറ്റിക്സ് എങ്ങനെ വന്നു, പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മൾ ഇൻ കേസ് ഓഫ് അവർ നാഷൻ ഇൻ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഓക്കെ, ഇറ്റ്സ് ദ വേർഡ് പവർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ദ ഡെമോക്രാറ്റിക് സിറ്റുവേഷൻ. അവിടെ ദ പവർ ഓഫ് പീപ്പിൾ, നമ്മൾ ജനങ്ങളുടെ പവറാണ് ഇവിടെ പൊളിറ്റിക്സ്. ദാറ്റ് ഈസ് പൊളിറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം സ്റ്റേറ്റ്, നാഷണൽ, സൊസൈറ്റി. സ്റ്റേറ്റ് ഈസ് എ ടെറിട്ടോറിയൽ ജൂറിഫിക്കേഷൻ ആൻഡ് മോർ ഓഫ് ലെസ് നോൺ വോളണ്ടറി മെമ്പർഷിപ്പ് അല്ലേ. അതായത് എല്ലാവർക്കും അതിർത്തി, ഒരു ജസ്റ്റ് നാഷൻ മീൻസ് അതിനൊരു ബൗണ്ടറി ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലുള്ളതാണ് നാഷൻ. നമ്മൾ ഇന്ത്യ ഈസ് അവർ നാഷൻ, ഇന്ത്യ ഈസ് അവർ കൺട്രി. നമ്മുടെ കൺട്രിയിൽ എന്തൊരു ബൗണ്ടറി ഉണ്ടാവും, കാരണം നമ്മൾ ബൗണ്ടറി കാരണം അപ്പുറത്തേക്ക് പോയ പാകിസ്ഥാൻ എത്തി. അപ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഏത് രാജ്യത്തെ നമ്മൾ ബേസ് ചെയ്ത് നോക്കിയാൽ ഒരു ബൗണ്ടറി ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ടെറിട്ടോറിയൽ ജൂറിഫിക്കേഷൻ ആൻഡ് ബൗണ്ടറി. ഇറ്റ്സ് മോർ ലെസ് ഓൺ വോളണ്ടറി മെമ്പർഷിപ്പ് ആൻഡ് സെറ്റ് ഓഫ് ദ റൂൾസ് ഓഫ് ഡെഫിനിഷൻ റൈറ്റ്സ് ടു മെമ്പേഴ്സ് ഓഫ് വേ ഓഫ് ഡെമോക്രാറ്റിക് കൺട്രി. നമ്മൾ എന്താണ് ഇന്ത്യ. അറ്റ് ലാസ്റ്റ് നമ്മളിത് ഈ പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്നുള്ള വേർഡ് ലാസ്റ്റ് നമ്മൾ ഈ പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡെമോക്രാറ്റിക്കിലേക്കാണ് എത്തുന്നത് അല്ലേ. ദാറ്റ് ഈസ് അവർ നാഷൻ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. നമുക്കറിയാം ജനാധിപത്യം. ഇവിടെ പവർ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. ഓക്കെ, ഇത്രയും കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു.